Mega Collection, Malabar Golden Diamonds. നാടുകാണി ചുരം പാത മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി മാസ് ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പുമായി സഹകരിച്ചാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകർ, മറ്റ് സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരും മെഗാ ക്ലീനിംഗിന്റെ ഭാഗമായി. ആനമറി മുതൽ നാടുകാണി അതിർത്തി വരെയുള്ള 11 കിലോമീറ്റർ ചുരംപാതയിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഡ്രൈവിൽ നീക്കം ചെയ്തു. വിവിധ ഗ്രൂപ്പുകളിലായി 500-ലധികം പേരാണ് മാസ് ക്ലീനിംഗ് ഡ്രൈവിൽ പങ്കാളികളായത്. നീലഗിരി ജൈവ വൈവിധ്യ മേഖലയുടെ ഭാഗമായ നാടുകാണി ചുരംപാതയിൽ യാത്രക്കാർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ഭക്ഷിച്ച് വന്യമൃഗങ്ങൾ അപകടാവസ്ഥയിലാകുകയും താഴ്വാരത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകും വിധം ജലസ്രോതസ്സുകൾ മലിനമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പരിസ്ഥിതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ക്ലീനിംഗ് നടത്തിയത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ VM സാദിഖ് അലിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സേഫ് നാടുകാണി മൊബൈൽ ആപ്പ് വഴി രജിസ്ട്രേഷൻ നടത്തിയാണ് ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കാൻ ആളുകളെത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഉദ്യമത്തിൽ പങ്കാളികളായി. ചുരത്തിലെ മാലിന്യ നിക്ഷേപം ഗൌരവമായി കാണുമെന്നും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നതടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നീതക്കോടൻ പറഞ്ഞു. പഞ്ചായത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് നാടുകാണി ചുരം. നമ്മുടെ ഈ ഒരു ചുരം കേന്ദ്രീകരിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ എല്ലാ ശനി ഞായറും അടക്കമുള്ള എല്ലാ ദിവസങ്ങളിലും ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ ഈ ഒരു വഴി പാതയിലൂടെ കടന്നു പോകുകയാണ്. ഈ പോകുന്ന ആളുകളെല്ലാവരും ഈ ഒരു നാടിൻ്റെ ഈ ഒരു പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രകൃതിയെ വളരെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൊണ്ടുപോകുന്ന ഭക്ഷണ സാധനങ്ങളും മറ്റു കൂട്ടുകാരുടെ പാമ്പേഴ്സ് അടക്കമുള്ള സാധനങ്ങൾ ഈ പാതയോരങ്ങളിൽ നിക്ഷേപിക്കുകയും ഈ നാടിൻ്റെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ കൂടിയാലോചന ഭാഗമായി ഇവിടെയുള്ള ഒരുപാട് വളണ്ടിയർമാർ, അതായത് നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീക്കാർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, PWD, അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ സ്കൂളിലെയൊക്കെ ഹെൽത്ത് NSS വളണ്ടിയർമാർ, അതുപോലെ വിവിധ സംഘടനാ പ്രവർത്തകർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇന്നൊരു മാസ് ക്ലീനിങ് സംഘടിപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെല്ലാവരും ഭാഗവാക്കായി വളരെ സന്തോഷം. രാവിലെ 7 മണിക്ക് തന്നെ എല്ലാ ആളുകളും ഇവിടെ എത്തി. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആളുകളും, നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ, സൗദി അറേബ്യയിൽ നിന്ന് സൗദി പൗരനടക്കമുള്ള ആളുകൾ ഇന്ന് നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. യാത്രക്കാർ വലിച്ചെറിയുന്ന മാലിന്യം മാത്രമല്ല ശുചീകരണത്തിൽ കണ്ടതെന്നും സാമൂഹിക ദ്രോഹികൾ മാലിന്യക്കെട്ടുകളുമായി വന്ന് തള്ളിയതും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് നെല്ലിയാമ്പതിയിൽ നിന്നുള്ള നാച്ചുറൽ ഗാർഡ് ഇനീഷ്യേറ്റീവ് പ്രവർത്തകൻ സാമി പറഞ്ഞു. വളരെ സങ്കടത്തോടെയാണ് പറയുന്നത്. ഈ നിങ്ങൾ കാണുന്ന എൻ്റെ കയ്യിലുള്ള ഈ പാക്കറ്റ്, ഈ കാണുന്നത്, കാണുന്നതെല്ലാം ഡയപ്പറുകൾ ഡംപ് ചെയ്തുകൊണ്ട് നിട്ടിരിക്കുന്ന, ഇതൊരിക്കലും ഒരു ടൂറിസ്റ്റ് ഇടുന്നതല്ല, ഈ വഴി കൂടെ പോകുന്നവർ ഇടുന്നതല്ല. ഇത് ശരിക്കും വീട്ടുകളിൽ നിന്ന് അവർ ശേഖരിച്ച് വെച്ച് ഒരു വേസ്റ്റ് ഡംപ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് കരുതിക്കൊണ്ട് ഇടുന്നതാണ്. അതേപോലെയാണ് കുപ്പിച്ചില്ലകളുടെ കേസ്. നിങ്ങളിപ്പോൾ ഒരു വണ്ടിയുടെ വലിയൊരു ചില്ലെടുത്തിരുന്നു, ആനകൾക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയുള്ളൊരു പാത്ത് ഉണ്ടായിരിക്കുന്ന ആനപ്പാത്താണിത്. സത്യത്തിൽ അതിനകത്താണ് ഈ ചില്ലിടുന്നത്. ഉറപ്പായിട്ടും ആനയുടെ കാലിൽ ഇത് തറച്ച ആന മരിച്ചു പോവുകയാണ്. കേരളത്തിലെ 16 ചുരങ്ങൾക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ നിയമസഭയിൽ ബിൽ കൊണ്ടുവരാനുള്ള നീക്കം നടത്തുമെന്ന് ചുരത്തിലെ മാസ് ക്ലീനിംഗിന് നേതൃത്വം നൽകുന്നവരിൽ പ്രധാനിയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ VM സാദിഖ് അലി പറഞ്ഞു. കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നാടുകാണി ചുരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു കാരണം ഈ വെള്ളം കുടിക്കുന്ന ആളുകൾ കോഴിക്കോട് വരെയുള്ള ആളുകളാണ്. ചാലിയാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈവരികളായിട്ടുള്ള പുന്നപ്പുഴയും കാരക്കോടം പുഴയും ഒഴുകുന്നത് ഈ നാടുകാണി ചുരത്തിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഒഴുകുന്ന 32ഓളം സ്ട്രീമുകളുണ്ട്. ഈ സ്ട്രീമുകളിൽ നിന്നാണ് ചാലിയാറിലേക്ക് വെള്ളം വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് വരാനിരിക്കുന്നത് മഴയാണ്. ഈ മഴക്കാലത്ത് ഇനി ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്കും ആരോഗ്യ പ്രശ്നത്തിലേക്കുമാണ് ഇനി ഞങ്ങൾ പോകാൻ നോക്കുന്നത്. ഈ ഉറവകളിലൊക്കെ, ഈ നീരുറവുകളിലൊക്കെ ആളുകൾ മാലിന്യം വലിച്ചു നിൽക്കുന്നത്. ആ നീരുറവയെ തടസ്സപ്പെടുത്തിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താവുമെന്നറിയാം, ആ ഒഴുക്ക്, ആ ഉറവ അവിടെ വറ്റിപ്പോവുകയും ചെയ്യുന്നത്. പക്ഷേ മഴക്കാലം വരുന്ന അവസ്ഥ വേറൊരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. അതൊക്കെ പൊട്ടിയിട്ട് താഴത്തേക്ക് വരും. വലിയൊരു ലാൻഡ് സ്ലൈഡിങ്ങിനുള്ളൊരു സാധ്യതയാണ് നാടുകാണി ചുരത്തിൽ നമ്മൾ കാണുന്നത്. ഈ താഴത്തുള്ള ആളുകൾ വൈക്കടവ് പഞ്ചായത്ത് തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറും. ഇപ്പോൾ തന്നെ വൈക്കടവ് പഞ്ചായത്തിൽ കേരളത്തിലെ ഏറ്റവും അധികം കിഡ്നി അസുഖമുള്ള ആൾക്കാർ, അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ, 40ഓളം ആളുകൾ, മഞ്ഞപ്പിത്തമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. വൈക്കടവ് പഞ്ചായത്തിലുണ്ട്. കോളർ എന്നിട്ട് ഒരാൾ മരണപ്പെട്ടു. ഇവിടെ ലോക്ക്ഡൗൺ വരെ ആയിട്ടുണ്ട്. ഇത്ര അധികം ഇഷ്യൂ ഉണ്ടായിട്ട്.
ഇവിടെയുള്ള വെള്ളമൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇതിലൊക്കെ നമ്മുടെ കക്കൂസ് കുഴിയൊക്കെ ഉള്ള വെള്ളം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുമെന്നറിയാം. അതിലൊക്കെ ഈക്കോളിനും അതുപോലെ കോളിഫോം ബാക്ടീരിയ ഉണ്ടാവും. ഇവിടെയുള്ള നാട്ടിലൊക്കെ ഉള്ള വെള്ളം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലായി അതിലൊക്കെ ഈക്കോളിനും കോളിഫോം ബാക്ടീരിയയും അധികമായിട്ടുണ്ട്. അൺകൗണ്ടബിൾ എന്നാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മമ്ര, മറ്റ് ജനപ്രതിനിധികൾ, വനപാലകർ, NSS, NCC, ട്രോമ കെയർ, ഹരിതകർമ്മസേന, വിവിധ യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ, സാമൂഹിക പരിസ്ഥിതി സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരും മെഗാ ക്ലീനിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടക്കര.